ഹലോ യൂട്യൂബ്, എല്ലാവരും സേഫ് ആൻഡ് സൗണ്ട് ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എടുക്കുക, ബിക്കോസ് യു നോ വാട്ട്സ് ഗോയിങ് ഓൺ. എനിവേ, നമുക്കിന്നൊരു കാറിൻ്റെ റിവ്യൂ ചെയ്യാം. ഹോണ്ട ഓഡിസി. ഇറ്റ്സ് നോട്ട് എ കാർ, ഇറ്റ്സ് ആക്ച്വലി എ വാൻ, മിനി വാൻ ആണ്. ഹോണ്ടയുടെ ഓഡിസി എന്ന് പറയുന്ന മിനി വാൻ ആണ്. സോ ഈ വണ്ടി നമുക്ക് ഇന്ന് കാണാം, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് ജംപ് ഇൻ. സോ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ലൈറ്റ്സ്. ഇപ്പോൾ ഉള്ള ഹോണ്ടയുടെ ബാക്കി കാറുകളെ പോലെ ലൈക്ക് സിവിക്, നാട്ടിലിറങ്ങുന്ന സിറ്റി, അങ്ങനെയുള്ള കാറുകളുടെ അതുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈനാണ്. ഇത് 2019 മോഡലാണ്, 2019 മോഡൽ വണ്ടിയാണ്. ഓക്കെ, മെയിൻ ഹെഡ് ലൈറ്റ് ഉണ്ട്, പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് കണ്ടറിയാം. ഇത് ഹൈ ബീമിൻ്റെ ബൾബ്സാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇത് ടേൺ ലൈറ്റാണ്, ഫോഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഫ്രണ്ട് ഗ്രില്ലുണ്ട്, ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹോണ്ടയുടെ ലോഗോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ലോഗോ മാത്രമല്ല, ഹോണ്ടയുടെ സേഫ്റ്റി ടെക് സിസ്റ്റം എന്ന് വെച്ചാൽ ഇതിൻ്റെ പല സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ റേഡാർ കൂടിയാണ് ഇത്. ഇവിടെ ഒരു റേഡാറുണ്ട്. ഇതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ക്യാമറയാണ്. അവിടെ കാണുന്ന ആ ഒരു പർട്ടിക്കുലർ ഭാഗം പറയുന്നത് അതൊരു ക്യാമറയാണ്. അവിടെയും ഇതിൻ്റെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള റേഡേഴ്സ്, സെൻസേഴ്സ്, ക്യാമറാസ് എല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്രൈവർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ കാറിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള വ്യൂ. മിനി വാൻസിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലത്തെ ഡോറുകൾ അല്ലെങ്കിൽ മിഡിൽ ഡോർ എന്ന് പറയുന്നത് സ്ലൈഡിങ് ഡോർസ് ആയിരിക്കും. സോ നമ്മളിങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ സ്ലൈഡ് ചെയ്ത് മിനി വാൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫാമിലീസ്, ലൈക്ക് പിള്ളേരുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും മിനി വാൻസ് മേടിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഡോർ ആയതുകൊണ്ട് ഇതിൽ പുറകിലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. ഇതാണ് ഇതിൻ്റെ കീ ഫോം എന്ന് പറയുന്നത്. ഇതിൽ ഈ രണ്ട് ബട്ടൺസ്, ലോക്കിൻ്റെയും അൺലോക്കിൻ്റെയും താഴെ കാണുന്ന രണ്ട് ബട്ടൺസും നമുക്ക് ഡോർസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ ഡോർ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ഡോറ് ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക് ക്വാർട്ടർ വ്യൂവിൽ ഇവിടെ കാണാം. ഇപ്പോൾ ആ ഡോർ ഓപ്പൺ ചെയ്തതിൻ്റെ റെയിൽസാണിത്. അപ്പം ഈ ഒരു റെയിലിംഗ് ഫോളോ ചെയ്താണ് ആ ഡോർസ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ടയർ കവറാവും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഫ്യൂവൽ ഫിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ടാങ്ക് എവിടെയാണ്? ഇതൊരു ക്ലിക്ക് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ ക്യാപ്പൊന്നുമില്ല. ഇവർ പറയുന്നത് ഈസി ഓപ്പൺ, ക്യാപ്ലെസ് ആണ്. പെട്ടെന്ന് നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ പെട്രോൾ ബങ്കിൽ പോയി പെട്രോൾ അടിക്കുന്ന നേരം ഇത് മാത്രം ഓപ്പൺ ചെയ്താൽ മതി, വേറൊരു ഇതില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് ചുമ്മാ വണ്ടി പാർക്ക് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സേഫ്റ്റി ഫീച്ചറുണ്ട്. സോ ഈ വണ്ടി ലോക്ക് ആണെങ്കിൽ ഈ ഫ്യൂൽ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അപ്പുറത്തെ ഡോർ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, കാർ ലോക്കായി കഴിഞ്ഞാൽ കാറിൻ്റെ ഒരു കാരണവശാലും ഇത് തുറക്കത്തില്ല. അൺലോക്ക് ആണെങ്കിൽ മാത്രമേ ഇത് തുറക്കത്തുള്ളൂ. സോ ഇറ്റ്സ് സേഫ്. ഇനി ഇതിൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ സ്ലൈഡിങ് ഡോർസ് പോലെ തന്നെ ഇതിൽ വേറൊരു ബട്ടണുണ്ട്. ഈ റിമോട്ടിന് വേറൊരു ബട്ടൺ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ബട്ടൺ. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ട്രങ്ക് ഓപ്പൺ ചെയ്യാം. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രങ്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് സാധനങ്ങളുണ്ട്. നല്ല ഡീപ്പായിട്ടുള്ളൊരു ട്രങ്കാണ്. ഏകദേശം നല്ല ഡീപ്പായിട്ടുള്ളൊരു ട്രങ്കാണ്. ഇത് 3 റോ സീറ്റ്സാണ്. 3rd റോ ഇപ്പോൾ പൊക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. ലൈക്ക് മിനിമം ഒരു 3 or 4 വലിയ സൂട്ട് കേസസ് ഇതിനകത്ത് ഈസി ആയിട്ടൊക്കെ ഉള്ളൂ. ഇത് നമുക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ബട്ടനെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ബട്ടൺസ് ഉണ്ട്, ഇത് തുറക്കാനും അടയ്ക്കാനുമായിട്ട്. അപ്പം നമ്മൾ മറ്റേ സൈഡിൽ കണ്ട പോലത്തെ തന്നെ സ്ലൈഡിങ് ഡോർസ് ഉണ്ട്. അങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ആൻറ്റന ഒരു ഷാർക്ക് സ്റ്റൈൽ ആൻറ്റനാണ്. ഇപ്പോഴത്തെ പുതിയ കാറുകൾക്ക് വരുന്ന ടൈപ്പ് ഒരു ഷാർക്ക് ഡിസൈനാണ്. ബാക്കിലെ ടെയിൽ ലൈറ്റ്സ് LED ആണ്. ടേൺ ലൈറ്റ്സ് LED അല്ല, സാധാരണ ഇൻകാൻഡസൻ ബൾബ്സാണ്.
അതുപോലെ ടേൺ ലൈറ്റ്സും LED ആണ്. സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ടേൺ ലൈറ്റ്സും എല്ലാം LED ആണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ പ്രോക്സിമിറ്റി ചെയ്യാന്ന് പറഞ്ഞു. സോ നമ്മൾ അൺലോക്ക് ചെയ്യാനായിട്ട് കൈ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ലോക്ക് ചെയ്യാനായിട്ട് ഈ ബട്ടൺ ഞെക്കിയാൽ മതി. അത് ഈ ബാക്ക് ഡോറിനും ഉണ്ട്. ഈ ബാക്കിലത്തെ ഹാൻഡിലിനും ആ സെൻസേഴ്സ് ഉണ്ട്. ഈ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നുള്ള വ്യൂ ഇതാണ്. സോ പവർ അഡ്ജസ്റ്റഡ് സീറ്റാണിത്. ഇത് 8-way പവർ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാം, താത്താം, ഫ്രണ്ടിലോട്ട് ചെയ്യാം, ബാക്കിലോട്ട് ചെയ്യാം, പുറകിൽ നിന്ന് ഹൈറ്റ് കൂട്ടാം, ലംബാർ ചെയ്യാം. അപ്പോൾ ഈ എൻറ്റയർ സീറ്റ് പൊങ്ങുന്നത് കാണാം. ഇത് റിക്ലൈൻ ചെയ്യാനാണ്. പിന്നെ ഇത് ലംബാർ സപ്പോർട്ടാണ്. പക്ഷേ ഇവിടുത്തെ ബോൾസ്റ്ററിങ് നമുക്ക് ടൈറ്റ് ഒരു ലൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസാണ്. 2 സീറ്റ് മെമ്മറീസ് ഉണ്ട്. അപ്പം 2 പേരാണ് പ്രൈമറിലി വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ 2 പേരുടെയും ഹൈറ്റ് അല്ലെങ്കിൽ അവരുടെ കംഫർട്ടിനനുസരിച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് ബട്ടൺസ്. ഇതിൻ്റെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. സോ ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിൻഡോസിൻ്റെ കാര്യമാണ്. ഇത് 1 ടച്ച് ഓട്ടോ വിൻഡോസ് ആണ് ഇതിൻ്റെ എല്ലാം. നമ്മൾ ജസ്റ്റ് 1 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിൻഡോസ് ഓൾ ദി വേ പോകും. നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് തന്നെ ഉള്ളോട്ട് വരും. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. സ്റ്റിയറിംഗ് വീൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ വരുന്നത് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് എല്ലാം വരുന്നുണ്ട്. ഈ കാറിന് റേഡാർ ക്രൂസ് കൺട്രോളാണ്. ഞാൻ പുറത്തുനിന്ന് നിങ്ങളെ കാണിച്ച ആ ഒരു ക്യാമറ യൂണിറ്റിൻ്റെ അകത്തെ ബാക്ക് വശം ഇങ്ങനെയാണ്. സോ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഈ റേഡാർ ക്രൂസ് കൺട്രോളാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓൺ ചെയ്ത് ഹൈവേ ക്രൂസ് ചെയ്തിരിക്കുമ്പോൾ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ സ്പീഡ് ഈ കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഗവേൺ ചെയ്ത് അതിനനുസരിച്ച് പോയിക്കോളും. ഇപ്പോൾ സെയിം ഞാനിപ്പം ഒരു 80 കിലോമീറ്റർ സ്പീഡിലാണ് ഈ വണ്ടിയുടെ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് എൻ്റെ വണ്ടിയുടെ ലെയിനിലോട്ട് ഒരു വേറെ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അത് റേഡാറിൽ ഡിറ്റക്ട് ചെയ്യും. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ അറിയാൻ മേലാത്തവർക്കായിട്ട് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ലെയിനിലോട്ട് വേറൊരു വണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്തതനുസരിച്ച് നമ്മുടെ വണ്ടി സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ ഈ വണ്ടിയുടെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ്. സോ നമ്മൾ മിക്ക വണ്ടികളിലും കാണുന്ന പോലെ ഒരു ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്മിഷൻ്റെ ഒരു എന്താ പറയുന്നത് ലിവർ ഇല്ലേ വണ്ടിക്ക്. ഇത് ഓട്ടോമാറ്റിക്കാണ് ഓബ്വിയസ്ലി. സോ 2 എണ്ണേ ഉള്ളൂ, ഗ്യാസ് ആക്സിലറേറ്റർ മാത്രമേ ഉള്ളൂ. ആ കാണുന്നത് ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെഗ് മാത്രമാണ്. സോ ഈ വണ്ടിക്ക് ബട്ടൺസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ പാർക്കിലാണ് ഇട്ടിരിക്കുന്നത്. സോ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം D ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവിലായി. പിന്നെ ഇനിയിപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂട്രൽ, റിവേഴ്സ് ബട്ടൺ ഇതാണ്. റിവേഴ്സിൽ ഇടുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് ഉണ്ട്, നമ്മൾ അറിയാതെ ഇട്ട് പോയിരിക്കുന്നത്. ഡീസൻറ്റ് സൈസിലൊരു ബാക്കപ്പ് ക്യാമറ ഉണ്ട്. ഇതിന് ട്രജക്ടറി ഉള്ള ക്യാമറയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് നമുക്ക് ഈ ലൈൻസിലൂടെ കാണിച്ചു തരാം. ലെഫ്റ്റും റൈറ്റും കാണിച്ചു തരാം. സോ അതൊരു നല്ല ഫീച്ചറാണ്. നമ്മൾ ടൈറ്റായിട്ടുള്ള പാർക്കിംഗ് സ്പോട്ടിലോട്ടൊക്കെ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ 3 വ്യൂ ഉണ്ട് ക്യാമറയ്ക്ക്. ഇത് നേരെ നമ്മുടെ കാറിൻ്റെ തൊട്ടടിയിലോട്ടുള്ള ഫോക്കസ് ചെയ്യുന്ന ക്യാമറയാണ്. ഇതൊരു പാനോറാമിക് വ്യൂ ആണ്. ഇത് നമ്മുടെ സാധാരണ നോർമൽ വ്യൂ. ഈ ബട്ടൺ എന്ന് പറയുന്നത് ക്രോസ് ട്രാഫിക് അലേർട്ടാണ്. ഇപ്പോൾ നമ്മളൊരു സ്പോട്ടിൽ നിന്ന് ബാക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പുറകിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ പുറകിൽ 2 സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ വണ്ടി ഒരു ബീപ്പ് സൗണ്ട് ഒന്ന് നമ്മളെ നോട്ടിഫൈ ചെയ്യും. എന്നിട്ട് ബട്ടൺസാണിത്. പിന്നെ ഇവിടെയുള്ള ബട്ടൺ എന്ന് പറയുന്നത് ഇത് ഹീറ്റഡ് സീറ്റ്സ്. അപ്പം ഇവിടെ വിൻ്റർ മന്ത്സിൽ നല്ല തണുപ്പാണ്. സ്നോ നെഗറ്റീവ് ഒക്കെ എപ്പോഴും ഞങ്ങൾക്ക് വരുന്നതാണ്. അതുകൊണ്ട് ആ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് ഹീറ്റഡ് സീറ്റ്സ്. ഫ്രണ്ടിലെ 2 സീറ്റ് ഹീറ്ററാണ്. പിന്നെ 3 ലെവലുണ്ട്. ഇത് 3 ഡോട്ട് മീൻസ് ഹയസ്റ്റ് ലെവൽ, മീഡിയം, ലോവസ്റ്റ് ലെവൽ 1 ആണ് ഉള്ളത്. ഹാസർഡ് സ്വിച്ച് ഉണ്ട്. കാറിന് മെയിനായിട്ട് 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. 4 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഒന്ന് നോർമൽ, വിച്ച് ഇസ് ലൈക്ക് ദ D ബട്ടൺ. പിന്നെ ആ D ബട്ടണിൽ തന്നെ ഇതിപ്പം നോർമൽ ഡ്രൈവിലാണ്. എസ്സിൽ ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം. ഇപ്പം എസ് മോഡായി ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോർമൽ D ഡ്രൈവ്, എസ് സ്പോർട്സ് മോഡ്. ഇപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷിഫ്റ്റ് പോയിൻറ്റ്സ് കുറച്ചുകൂടെ മാറ്റിയുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് ഈ കാർ.
നമുക്ക് മാനുവലായിട്ട്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമുക്ക് മാനുവലായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ്സ് ചെയ്യാം. പാർക്ക്. പിന്നെ ഞാൻ പറഞ്ഞ് സ്നോ ബട്ടണുണ്ട്. അപ്പം ട്രാക്ഷൻ കുറവുള്ള സ്നോ ഒക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്നോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് കാണിക്കുന്നത്. സ്നോയിൽ മോഡിലിട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് കുറച്ചുകൂടെ ബെറ്റർ ട്രാക്ഷനും ഇതൊക്കെ കാണും. അതിപ്പോൾ ആവശ്യമില്ല. സോ വേറെ ഇൻഫർമേഷൻ ഇതിൻ്റെ ക്ലസ്റ്ററിലുള്ളത് ഏറ്റവും മുകളിൽ കാണുന്ന RPM മീറ്ററാണ്. RPM അപ്പ് ആൻഡ് ഡൗൺ. സൈഡിൽ കാണിക്കുന്നത് ടെമ്പറേച്ചറാണ്, എൻജിൻ ടെമ്പറേച്ചർ. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ഫ്യൂവൽ ലെവൽ. പിന്നെ ആ 0 എന്ന് എഴുതിയിരിക്കുന്ന ഓബ്വിയസ്ലി നമ്മുടെ സ്പീഡോമീറ്ററാണ്. ഇതിൻ്റെ അത് ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് മാറ്റാം. ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് ലുക്ക് ഡിഫറെൻറ്റ് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ഡോർ ഓപ്പൺ. ഇപ്പോൾ അതിൻ്റെ ഹോം ബട്ടണാണ്, ഇവിടെ അത് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഓപ്ഷൻസ് കാണാം. ഷോ ഹൈഡ് ആപ്സ്. ട്രിപ്പ് കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ട്രിപ്പ് കമ്പ്യൂട്ടർ കാണാം. അതിൻ്റെ അകത്ത് നമ്മുടെ ഡിസ്റ്റൻസ്, ആവറേജ്, റേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. പുറത്തെ ടെമ്പറേച്ചർ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം. 75 ഡിഗ്രിയാണ് ഇപ്പം പുറത്തെ ടെമ്പറേച്ചർ. ഇത് പാട്ട്, ലൈക്ക് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ കാണാം. മെയിൻ്റനൻസ്, ഇപ്പം കാരണം നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ്, ടയർ പ്രഷർ എങ്ങനെയാണ്, 4 ടയറിലും പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. ഓയിൽ ലൈഫ് 90%, ദാറ്റ്സ് ഗുഡ്. പിന്നെ ഫോൺ, നമ്മളിപ്പം കോൺടാക്ട്സ്, ഇപ്പം ഫോൺ പെയർ ചെയ്തിട്ടില്ല. പെയർ ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൻ്റെ ഫീച്ചേഴ്സും ഈ ഡിസ്പ്ലേയിൽ കാണാം. പിന്നെ ഈ കാറിന് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ GPS ഒക്കെ ഡയറക്ഷൻ ഇട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഐക്കോൺ ഇവിടെ കാണും. ലൈക്ക് ഇഫ് യു വോണ്ട് ടു ടേക്ക് എ റൈറ്റ് ടേൺ ഇൻ 2 miles അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു റൈറ്റ് ആരോ ഒക്കെ ഈ ഡിസ്പ്ലേയിലും വരും. ഇവിടെ മാത്രമല്ല, ഇവിടെ വരുന്നത്. അതാണ് സെൻറ്റർ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുള്ള ഡീറ്റെയിൽസ്. ഇനി ഈ വണ്ടിയുടെ ട്രാൻസ്മിഷൻ ലിവർ മാറ്റി സ്വിച്ച് ആക്കിയത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം സാധാരണ ഇവിടെയാണല്ലോ ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പം ഇവിടെ അത് വരാത്തതുകൊണ്ട് ഇവിടെ ഒരു empty സ്പേസ്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. 1 2 3 4 4 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഡോറിൻ്റെ സൈഡിലും കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെയെല്ലാം കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ മെയിൻ ഐറ്റം മാസ്ക് ഉണ്ട്. പുറത്തുനിന്നുള്ള ഒരു ഇത് കാണിച്ചത്. സോ ഇതിന് ആം റെസ്റ്റ് ഉണ്ട് 2 സീറ്റിനും. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമ്മുടെ കൈ ടയർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇവിടെ വെച്ചാൽ പോലും ഇവിടെയൊക്കെ നമ്മുടെ എൽബോ റെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് സ്റ്റിയറിംഗ് റീച്ച് ആവും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ ഒരു അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഓക്സിലറി കേബിൾ, അതുപോലെ തന്നെ 2 USB പോർട്ട്സ് ഉണ്ട്. അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന USB പോർട്ടാണ് ആക്ച്വലി ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അവിടെയാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം കോയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. അത്രയാണ് ഡ്രൈവർ സീറ്റിൽ നിന്ന് കാണാനുള്ളത്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിൽ പോകാം. ഈ മിനി വാൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ്. ഇഷ്ടംപോലെ ഇടയുണ്ട് ഇതിനകത്ത് ഫോർ സ്റ്റോറേജ് ആൻഡ് ഫോർ പീപ്പിൾ. ലൈക്ക് എ സെറ്റ് നമുക്ക് 7 to 8 ആൾക്കാരെ വരെ ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റും. ക്ലബ് ബോക്സ് ഉണ്ട്. ഇവിടെ ഒരു ഹുക്കുണ്ട്. യു ക്യാൻ സീ. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഗ്രോസറി സാധനങ്ങൾ കൂടിൻ്റെ അകത്ത് മെഡിക്കൽ സാധനങ്ങളാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടൊരു ഹുക്കുണ്ട്. ഈ സീറ്റും പവർഡ് സീറ്റാണ്. ഇതിനും ഫ്രണ്ട് ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ റിക്ലൈൻ എല്ലാം ഉണ്ട്. നമുക്ക് ബാക്ക് റോ കാണാം. ലൈക്ക് സെറ്റ് ബിഫോർ ഫാമിലി ബേസ്ഡ് ഒരു വെഹിക്കിളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാർ സീറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ അതിൻ്റെ എല്ലാ ഹുക്കപ്സും എല്ലാം ഉണ്ട്. ഈ സീറ്റിനും ആം റെസ്റ്റ് ഉണ്ട്. പിന്നെ ഈ സീറ്റ്സ് നമുക്ക് പല ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും. റിക്ലൈൻ ചെയ്യും, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഈ ബട്ടൺ നമുക്ക് സീറ്റ് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്യാം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നടുക്കത്തെ ഈ സീറ്റിൽ
ഈ സീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പം ഇത് രണ്ടും ക്യാപ്റ്റൻ ചെയർസ് ആവും. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ സീറ്റിൻ്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഗ്യാപ്പ് മതി എന്നുണ്ടെങ്കിൽ ആ സീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതേ പിടിച്ച് ഈ സീറ്റ് മൊത്തം അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആവും. അപ്പോൾ പുറകോട്ട് കയറാൻ എളുപ്പമായിരിക്കും. ഇവിടെ കാർ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് മറ്റേ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പുറകോട്ട് കയറുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരു സെൻസറാണ്. ഇറ്റ്സ് ആക്ച്വലി എ ബട്ടൺ. സോ നമ്മൾ ഫുള്ളായിട്ട് ഇച്ചില്ലേലും ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഡോർ തന്നെ സ്ലൈഡ് ചെയ്ത് പുറകോട്ട് പോകും. അപ്പം ഇതാണ് തേർഡ് റോ ആക്സസ് ചെയ്യാനായിട്ട് ഉള്ള വൺ ഓഫ് ദി മെത്തേഡ്സ്. ഇതാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ തേർഡ് മോസ്റ്റ് റോയിൽ പോലും നല്ല റീസണബിൾ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, അല്ലാതെ സ്പേസ് ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നില്ല. ഓക്കെ, നമുക്ക് ബാക്ക് റോയിൽ കയറാം. ബാക്ക് റോയിൽ കയറിയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കാം. അപ്പം നമ്മൾ ബാക്ക് റോയിൽ കയറിയിട്ട് അകത്തുനിന്നും ഈ ഡോറ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് ഒന്ന് ക്ലോസ് ആവും. അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം. ലൈറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടിൻറ്റ് അത്യാവശ്യം ഡാർക്കാണ്, അതോട്ട് ലൈറ്റ് കുറവാണ്. അതിന് പുറമെ ഇതിനൊരു പ്രൈവസി കർട്ടൻ കൂടിയുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ്, ഒരു അഡീഷണൽ ഷെയ്ഡ് കൂടെ വരും. ഓൾറെഡി ഞാൻ നല്ല ടിന്നുണ്ട്. അതിന് കൂടാതെ നമുക്കൊരു പ്രൈവസി കർട്ടൻ കൂടെയുണ്ട്. അത് മാനുവലാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ഈ സൈഡിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ പിള്ളേരൊക്കെ കാർ സീറ്റിൽ ഉറങ്ങുവാണെങ്കിൽ ആ കർട്ടൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പുറത്ത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ പോലും അകത്തോട്ട് അധികം വെയിലടിക്കില്ല. 3 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഈ കാറിന്. അപ്പം ഫ്രണ്ടിലത്തെ കൺട്രോൾസ് എല്ലാം ആ സിസ്റ്റത്തിലാണ്. അതിന് ഡ്രൈവറിനും പാസഞ്ചറിനും വെവ്വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. സോ ഈ 2 ബട്ടൺ, ഇത് ഡ്രൈവറിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ബട്ടണാണ്, ഇത് പാസഞ്ചറിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സേ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് നല്ല തണുപ്പ് വേണം, ഒരു 59 വേണം. പക്ഷേ പാസഞ്ചറിന് കുറച്ചുകൂടെ വേറെ ടെമ്പറേച്ചർ വേണം, 70 വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും 2 ടെമ്പറേച്ചർ ഇടാം. അതാണ് ഡ്യുവൽ സോൺ ക്ലൈമറ്റ്. ദിസ് അഗൈൻ പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ റിയർ ക്ലൈമറ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ, റിയർ ക്ലൈമറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവും. പിന്നെ നമുക്ക് ബാക്കിലത്തെ ടെമ്പറേച്ചറെല്ലാം ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. ഇതൊക്കെ എങ്ങോട്ടാണ് എയർ പോകേണ്ടത്, ടെമ്പറേച്ചർ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. ഇവിടുത്തെ എയർ വെൻറ്റ്സ് സെക്കൻഡ് റോയിൽ ഇവിടെയാണ് എയർ വെൻറ്റ്. തേർഡ് റോയിൽ എയർ വെൻറ്റ് ഇവിടെയാണ്. ഇതാണ് തേർഡ് റോ എയർ വെൻറ്റ്. അപ്പം തേർഡ് റോയിലെ ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാലും ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. ഏറ്റവും 3ാമത്തെ റോയിൽ വരെ പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. സോ ഫോൺ ചാർജിങ് അങ്ങനത്തെ ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല. ഇവിടെ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ഇതേപോലെ തന്നെ ഈ സൈഡിലും 2 കപ്പ് ഹോൾഡർ ഉണ്ട്. പക്ഷേ ഇവിടെ ചാർജറില്ല, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ തമ്മിൽ ചിലപ്പം അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു ഫോണൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെയും ചെറിയൊരു ഡീപ്പായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡറുണ്ട്. ഈ ബാക്കിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന 2 കപ്പ് ഹോൾഡേഴ്സും ബാക്കിലുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇവിടെയും പവർ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, USB ഔട്ട്ലെറ്റ്സ് ഉണ്ട്. 2 ഉണ്ട്, 1 here and 1 here. പിന്നെ ബാക്ക് റോയിലുള്ളവർക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൽബോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് 2 കൈയും ആക്ച്വലി റെസ്റ്റ് ചെയ്ത് റിക്ലൈൻ ചെയ്യാം. സീറ്റ് അത്യാവശ്യം നന്നായിട്ട് റിക്ലൈൻ ചെയ്ത് ഇരിക്കും. ഇത് ഈ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. സീറ്റ് ബെൽറ്റ്സ് ഇവിടെ സീറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന മിഡിൽ ഉള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ബെൽറ്റാണ് ഈ റൂഫിൽ കാണുന്നത്. നടുക്കിരിക്കുന്ന ആൾക്കുള്ള ഇവിടുന്ന് ഇറങ്ങി വരും സീറ്റ് ബെൽറ്റ്. ഇവിടുന്ന് വന്ന് ഇതെങ്ങനെ പ്ലഗ് ചെയ്യും. തന്നെ റിക്ലൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ലൈറ്റ്സ് ഉണ്ട്, ത്രൂ ഔട്ട് റീഡിങ് ലൈറ്റ്സ് ഉണ്ട്, ഏറ്റവും ബാക്കിലും ഉണ്ട്. അത് ആ കാണുന്നത് നടുക്കിരിക്കുന്ന ആളുടെ സീറ്റ് ബെൽറ്റാണ്.
മുകളിൽ കാണുന്നു. ബാക്കി രണ്ടുപേരുടെയും ഈ രണ്ട് സൈഡിലുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഹയർ ഇതിൻ്റെ മുകളിലുള്ള ഓപ്ഷനുള്ള വണ്ടിക്ക് അവിടെയും മുമ്പേ പറഞ്ഞ പ്രൈവസി കേർട്ടൻ ഉണ്ടാവും. പക്ഷേ ഈ വണ്ടിക്ക് അതില്ല. ഇത് മിഡ് ഗ്രേഡ് വണ്ടിയാണ്. വേറെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഇരിക്കുന്നതെങ്കിൽ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഈ ഡോർ ഇവിടുന്ന് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഡ്രൈവറിന് മാത്രമേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവിടുന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം ഈ ബട്ടൺ മാറ്റി കഴിഞ്ഞാൽ മാറും. സോ ഇത് തുറക്കാനായിട്ട് ഇപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ ഡ്രൈവർക്ക് മാത്രമേ ഈ ഡോർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരും ഇപ്പം നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിർത്തുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ആരും ഇറങ്ങി ഓടാനോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇല്ല. പിള്ളേരെയായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ